ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നമുക്കെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നത്. നമ്മളുടെ നന്നായിട്ട് പോകുന്നു. ക്ലിയറൻസ് വീഡിയോയുടെ പാർട്ട് 4 ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു ക്ലിയറൻസ് വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ക്ലിയറൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ടാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പല പീസുകളും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കും ആയിരിക്കും. ക്വാണ്ടിറ്റി ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് പറയുന്നതായിരിക്കും വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലിമിറ്റഡ് പീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ ഒരു വർക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ റിപ്ലൈസ്, അതായത് മെസ്സേജസിനുള്ള റിപ്ലൈസ് നമുക്ക് ആ ഒരു ടൈമിലായിരിക്കും കൊടുക്കുക. അതിനുശേഷം വരുന്ന മെസ്സേജിൻ്റെ ഒക്കെ നമ്മൾ അടുത്ത ദിവസമായിരിക്കും റിപ്ലൈ തരിക കേട്ടോ. അപ്പോൾ ആദ്യം വരുന്ന മെസ്സേജസിനായിരിക്കും ആദ്യം റിപ്ലൈസ് തന്നു പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് റിപ്ലൈ ഡിലേ ആവുന്നത് കൊണ്ടുള്ളൊരു പരാതി വരുന്നുണ്ട്. പക്ഷേ ഒരു ക്ലിയറൻസിന് വരുമ്പോൾ നമുക്ക് അങ്ങനെ വരുള്ളൂ. ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോയിൽ സൈസ് ഒന്നും മെൻഷൻ ചെയ്ത് പോകാത്തത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നൊരു വീഡിയോ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കളക്ഷൻസിൻ്റെയും സൈസസോടെ മെൻഷൻ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് റേറ്റ് മാത്രം ഒരൊറ്റ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കളക്ഷൻസ് കാണിച്ചെങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പരാതികളാണ്. പിന്നെ എൻ്റെ ഒരു വോയിസിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വോയിസിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാനിത് മിക്ക വീഡിയോസിൽ ഇപ്പോൾ പറയുന്നുണ്ട് എടുത്തെടുത്ത്. എന്താണെന്ന് അറിയില്ല. മാക്സിമം മൈക്ക് യൂസ് ചെയ്ത് സൗണ്ടിലാണ് സംസാരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു വോയിസ് ക്ലാരിറ്റി വരാത്തത്, അല്ലെങ്കിൽ വോയിസ് കുറവെന്നുള്ളൊരു സ്ഥിരം മെസ്സേജസ് ആണ് കമൻറ്റ് സെക്ഷനിൽ. അതെന്താ സംഭവം എന്ന് അറിയില്ല. പിന്നെ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ ഒരു സൗണ്ട് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. അതാണൊരു കാരണം. ഇന്നത്തെ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് 2 പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. കുർത്തി ബോട്ടം സെറ്റാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. റയോൺ ആണ് ഫാബ്രിക്. വളരെ കംഫർട്ട് വെയർ ആണ്. ഫോയിൽ പ്രിൻറ്റിൽ ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കളറിൽ മാത്രമാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തി. ഓക്കെ, ഇതും വിത്തൗട്ട് ലൈനിങ് ആണ്. കുർത്തി ബോട്ടം സെറ്റ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആയിരുന്നു. സെമി മോഡലിൽ വന്നിട്ടുള്ള കുർത്തി ബോട്ടം. ഒരുപാട് പേര് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, കംഫർട്ട് വെയർ ആണ്. ക്രേപ്പിൻ്റെ ലൈനിങ്ങോടുകൂടി ചെയ്തിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് കേട്ടോ. കുർത്തി ബോട്ടം സെറ്റാണ് കേട്ടോ. അതായത് 3XL നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ. പ്ലസ് സൈസുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കുള്ള കളക്ഷൻസ് ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ 3XL അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ഗ്രീനോടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം ലിമിറ്റഡ് പീസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ഒരു ഓഫർ കളക്ഷൻ ഇത്രയും റേറ്റ് കുറച്ച് കൊണ്ടുവരുമ്പോഴുള്ള ഒരു വിഷയം കൂടെ ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ആരും തന്നെ പറയരുത്. നമ്മുടെ നോർമൽ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ ക്വാണ്ടിറ്റി വൈസാണ് ചെയ്യുന്നത്. ക്ലിയറൻസിൽ വരുമ്പോൾ നമുക്കതിൻ്റെ കുറച്ച് പീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സോൾഡ് ഔട്ട് എന്ന് പറയുന്നത്. നമ്മുടെ റെഗുലർ വീഡിയോസ് ഒന്നും തന്നെ ഒരിക്കലും സോൾഡ് ഔട്ട് വരാറില്ല. ആർക്കും തന്നെ കിട്ടില്ലെന്നുള്ളൊരു പരാതി വരില്ല, കാരണം ക്വാണ്ടിറ്റി വൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ക്ലിയറൻസിൽ അങ്ങനെ പറ്റില്ല. വേഗം തന്നെ നമുക്ക് സോൾഡ് ഔട്ടായി പോകും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളൊരു കോട്ട് സെറ്റാണ്. നല്ലൊരു ചൈനീസ് കോളർ നെക്കൊക്കെ ആയിട്ട് ഒരു കോട്ടൺ സിൽക്കിൻ്റെ തന്നെ ഒരു ഇത് കൈൻഡ് ഓഫ് കോട്ടൺ സിൽക്കാണ്. കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. റാണി പിങ്ക് ഷെയ്ഡ്. സെയിം തന്നെ നമുക്ക് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലും അവൈലബിൾ ആണ്. ഇതേപോലെ വരും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് വരുന്നത് ഒരു റൂബി സിൽക്കിൽ തന്നെ വന്നിട്ടുള്ള കുർത്തി ബോട്ടമാണ്. ഇത് നമുക്ക് ചെറിയ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള മീഡിയം സ്മോൾ സൈസുകാർക്കൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. 38, 36 സൈസൊക്കെ ഉള്ളവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. കാണിച്ച ഒരു ചൈനീസ് കോളറിൻ്റെ തന്നെ നമുക്ക് വേറെ ഷെയ്ഡ് ബ്ലാക്ക് കൂടെ അവൈലബിൾ ആണ്.
ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഡ് സെറ്റാണ്. നമുക്കിതിൻ്റെ എല്ലാം ലെങ്ത് നമുക്ക് 46 വരുന്നുണ്ട്. 3/4 സ്ലീവിലാണ് ഈ കളക്ഷൻസ് എല്ലാം തന്നെ വരുന്നത്. ഒന്നും തന്നെ ഷോർട്ട് കുർത്തീസ് അല്ല, എല്ലാം ലെങ്ത്തിൽ തന്നെ വരുന്നതാണ്. 46-47 ഇഞ്ച് ലെങ്തോട് കൂടിയിട്ട് വരുന്ന കുർത്തി ബോട്ടം സെറ്റുകളാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചതെല്ലാം. അടുത്തത് ഈ ഒരു ഡെൽറ്റ പ്രിൻറ്റിൽ ചെയ്തിട്ടുള്ള കോഡ് സെറ്റാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിറ്റി വരുത്തി ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഐറ്റം ഒന്നും തന്നെ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ. ക്ലിയറൻസ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടാവില്ല. സൈസും അതുപോലെ തന്നെ മെറ്റീരിയലിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സൈസ് മാറി വരുമോ, ഇനി നിങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം അല്ല വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളൂ. അല്ലാതെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ല, ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കില്ല കേട്ടോ. കാരണം പലർക്കും നമുക്ക് പറയണ മെറ്റീരിയൽ എന്താണെന്നൊരു ഐഡിയ ഇല്ലാണ്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു പരാതി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മിനിമം ക്വാളിറ്റി നമ്മൾ എന്താണെങ്കിലും അഷ്വർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് അതിന് വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമായിരിക്കും നമ്മളിവിടെ നിന്ന് അയക്കുക. ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ പോളിസി ഉള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഡെൽറ്റ പ്രിൻ്റാണ് ഫാബ്രിക് വരുന്നത്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, കുർത്തി ബോട്ടം അതിൻ്റെ തന്നെ നമുക്കൊരു പർപ്പിൾ ഷെയ്ഡോടെ അവൈലബിൾ ആണ്. ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ആണ് നമുക്ക് കോഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ റേറ്റ് എല്ലാം തന്നെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. കുർത്തി ബോട്ടം സെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതിനൊന്നും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടല്ല, വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഈ 2 ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 ആണ്. അപ്പോൾ റേറ്റ് എല്ലാം തന്നെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. വരുന്നത് 3 പീസ് സെറ്റാണ്. കുർത്തി ബോട്ടം ദുപ്പട്ട റിങ്കിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക്. ബോട്ടം ഇതേപോലെ വരും. നെക്സ്റ്റ് വരുന്നത് കുർത്തി ഇതേപോലെ വരും. ചൈനീസ് കോളറോട് കൂടിയിട്ട് റൂബി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ബോട്ടം ഇങ്ങനെ വരും. ഇതിൻ്റെ ദുപ്പട്ട ഇതേപോലെ വരും. ബ്ലാക്ക് ബീച്ച് കോമ്പിനേഷനിലാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത്. ഇത് പ്ലസ് സൈസുകാർക്ക് 3XLിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് വരുന്നത് റൂബി സിൽക്കിൻ്റെ തന്നെ 3 പീസ് സെറ്റാണ്. ഇതേപോലെയാണ് കേട്ടോ വരിക. ഇത് നമുക്ക് പ്ലസ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3XL 4XL സൈസുകളിലാണ് കേട്ടോ ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ചെറിയ സൈസിൽ വരുന്നില്ല. ദുപ്പട്ട ഇങ്ങനെ വരും. ബോട്ടം ഇതേപോലെ വരും. ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത്. ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റാണ്. ഇതാകെ ഇനി 1-2 പീസൊക്കെ വെച്ചിട്ടേ വരുള്ളൂ കേട്ടോ. ഈ ഒരു റൂബി സിൽക്കിൽ തന്നെ ചെയ്തിട്ടുള്ള കുർത്തി ബോട്ടം ദുപ്പട്ട സെറ്റാണ്. ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. ബ്ലാക്ക് മാത്രമാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ L സൈസാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കളക്ഷനാണ് നമുക്ക് ഈ ഒരു 3 പീസ് സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മൾ ഓണത്തിൻ്റെ ഒരു ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു 7 കോഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ അതുകൂടി ഒന്ന് കാണിച്ചു പോകാം. അതും നമുക്ക് ഈ ഒരു ക്ലിയറൻസിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇത്രയും ഇതുവരെ നമ്മൾ കണ്ടത് ഫുൾ ലെങ്തിൽ വരുന്ന കോഡ് സെറ്റാണ്. അടുത്തായിട്ട് ഷോർട്ടായിട്ട് വന്നിട്ടുള്ള കോഡ് സെറ്റ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വരും. കുർത്തി ബോട്ടം
അടുത്തായിട്ട് ഒരു റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഷോർട്ട് കുർത്തി വിത്ത് ബോട്ടം. ആയിട്ട് ഞാൻ നമ്മുടെ ഓണ സമയത്ത് 399 അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്ന കോഡ് സെറ്റാണിത്. ഇതെല്ലാം നമുക്ക് ഈ ഒരു ക്ലിയറൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു പോവാണ് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്രിൻ്റാണ്. കുർത്തി ബോട്ടം ഒരു ലൈറ്റ് ലാവണ്ടറോ അല്ലെങ്കിൽ ലൈലാക്ക് എന്നൊക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. ഇത് നമുക്ക് ക്വാണ്ടിറ്റി വൈസ് വരുന്നുണ്ട്. ലിമിറ്റഡ് സ്റ്റോക്ക് അല്ല, ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ ഉണ്ട്. 1-2 പീസായിട്ടല്ല, നമുക്കിത് ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അടുത്ത കോഡ് സെറ്റ് വരുന്നത് ഇത് കേട്ടോ. നല്ലൊരു മീൻ ഗ്രീൻ ഷെയ്ഡാണ്. വീഡിയോയിൽ ഇത് എത്രമാത്രം ഷെയ്ഡ് ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. കൂടുതലും നിങ്ങൾക്ക് ഷെയ്ഡിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡായിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ. ഇതേപോലെ വരുന്ന ഒരു ക്ലോസ് റൂമിൽ ചെറിയ ബുട്ട പോലുള്ളൊരു പ്രിൻ്റാണ് വരുന്നത്. ഒരുപാട് പ്രിൻ്റിൻ്റെ വലിയ പ്രിൻ്റുകളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കണ്ടില്ലേ. ഇപ്പോൾ കാണിക്കുന്ന എല്ലാം തന്നെ നമുക്ക് LXL, XXL സൈസുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു സിന്തറ്റിക് ഫാബ്രിക്കാണ്. നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കളക്ഷനാണ്. അടുത്തതും സെയിം മെറ്റീരിയൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു കോഡ് സെറ്റാണ്. ഇതിൻ്റെ പ്രിൻറ്റിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇതിൻ്റെ പ്രിൻറ്റ് നോക്കിക്കോളൂ. ഇതേപോലെ ഒരു എന്താ പറയുക, ഒരു മാർബിൾ ടെക്സ്ചറിൽ വന്നിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ വരിക. ഒരു ലൈറ്റ് മീൻ ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് ബ്ലൂ. വലിയ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒന്നും ഇഷ്ടമില്ലാതെ ലൈറ്റ് ഷെയ്ഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണിത്. കോഡ് സെറ്റാണിത്. ഡെയിലി വെയർ പർപ്പസിനൊക്കെ വളരെ ആപ്റ്റായിട്ട് പോകുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. സ്ട്രൈറ്റ് കട്ട് ബോട്ടം വിത്ത് സൈഡ് സ്ലിറ്റ് കുർത്തി. 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. 3/4 സ്ലീവാണ് വരുന്നത്. നല്ലൊരു റൗണ്ട് നെക്കിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് മസ്റ്റേർഡ് യെല്ലോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് പോയതാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്നത്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് എന്ന് പറയാം. ഇതേപോലെ വരും കേട്ടോ. ഓക്കെ, സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻറ്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു സെയിം രീതിക്കാണ് വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ കണ്ട 2 റൗണ്ട് നെക്കാണെങ്കിൽ ഇതൊരു ചെറിയൊരു ഓവൽ നെക്കിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. ചേഞ്ച് ആവുന്നില്ലെന്നൊക്കെ പറഞ്ഞ പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കൂടുതലായിട്ടും ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന നെക്കുകളിലാണ് ചെയ്യുന്നത്. കാരണം ക്വാണ്ടിറ്റി വൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ചെയ്യാൻ പറ്റില്ല. അത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രീ ബുക്കിംഗ് ഒക്കെ ആയിരിക്കണം. അപ്പോൾ ക്വാണ്ടിറ്റി വൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ ഒരു സ്റ്റാൻഡേർഡ് നെക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ക് പാറ്റേണിലൊക്കെയാണ് അവൈലബിൾ ആക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നല്ല വെറൈറ്റി പാറ്റേണുകളും വെറൈറ്റി നെക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുമുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ റേറ്റിലായിരിക്കും വരിക. ഈ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നതെല്ലാം തന്നെ ഇങ്ങനൊരു ഒരു സ്റ്റാൻഡേർഡ് നെക്ക് അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന നെക്ക് പാറ്റേണുകളാണ്. അതുകൊണ്ടാണ് എല്ലാം തന്നെ ഇങ്ങനെ വരുന്നത്. ചെറിയ ഡിഫറൻസുകൾ വരുന്നത് കേട്ടോ അവൈലബിൾ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഓവൽ നെക്കാണ് വരുന്നത്. റൗണ്ട് അല്ല, നെക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഒരു ബ്ലാക്കിൽ ഗ്രീൻ കളറുള്ള പ്രിൻ്റാണ് കേട്ടോ വരിക. ഓക്കെ, അടുത്തത് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ. സ്കൈ ബ്ലൂ ഷെയ്ഡ്, ഡാർക്ക് സ്കൈ ബ്ലൂ. ഇത് വരുന്നത് ഒരു പർപ്പിളാണ് കേട്ടോ. ഇതേപോലെ വരും. നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട്. അയൺ ചെയ്യുമോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എടുത്ത് വെയർ ചെയ്ത് അങ്ങ് പോയാൽ മതി. നെക്സ്റ്റ് വരുന്നതൊരു പീച്ച് ഷെയ്ഡ്.
അടുത്തതും സെയിം ഫാബ്രിക് തന്നെയാണ്, ഓവൽ ഷേപ്പിൽ വരുന്നൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. സെയിം മെറ്റീരിയലാണ് കേട്ടോ. പ്രിൻറ്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡ്. നല്ല ഷെയ്ഡ്സാണ് കേട്ടോ. വേറെ കംഫർട്ട് വെയറാണ്, വളരെ യൂസ്ഫുള്ളായിട്ട് വളരെ എളുപ്പമുള്ളൊരു ഫാബ്രിക്കാണ്. ഡെയിലി വെയർ പർപ്പസിന് പറ്റിയൊരു കളക്ഷനാണ്. ഇത്ര വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല. സിന്തറ്റിക്കാണ്, ലൈനിങ് ഒന്നും ഇല്ലാത്ത വരുന്നതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, സീത്രൂ ഒന്നുമല്ല, നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ള ഫാബ്രിക്കാണ്. ഓക്കെ, ഷെയ്ഡാണ് വരുന്നത്. ഒരു ആഷ് ഷെയ്ഡ് വരിക ഇതാണ് കേട്ടോ. ഒരു ചാരക്കളർ എന്നൊക്കെ പറയാൻ പറ്റിയ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. കോളേജിലൊക്കെ പോകുന്നവർക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ട് പറ്റിയൊരു കളക്ഷനാണ്. സെയിം ഫാബ്രിക്കിൽ തന്നെ ചെയ്തിട്ടുള്ള വേറൊരു പ്രിൻ്റാണിത്. ഇതേപോലെ വരും. 399 ആണ് റേറ്റ് വരുന്നത്. 399 വളരെ വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ലാവണ്ടർ അല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡ് കേട്ടോ. അടുത്തത് ഇതാണ് ഒരു ഗ്രീൻ. അത് ഡോരിയ എന്ന് പറഞ്ഞ ഫാബ്രിക്കാണ്. കാന്ത സ്റ്റിച്ച് ഫുൾ ബോഡി വരുന്ന ഒരു കളക്ഷനാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. അതിൻ്റെ ഒരു ബ്ലൂ ആണ് കേട്ടോ. വളരെ കംഫർട്ടാണ്. ചൂടെന്ന് പറഞ്ഞാൽ എടുക്കുകയില്ല. ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന സെയിം ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള കളക്ഷനാണ്. സിന്തറ്റിക് ആണെന്ന് കരുതിയിട്ട് ചൂടെടുക്കും എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് കോട്ടൻ്റെ ഒക്കെ ഒരു അതേ ഒരു ഫിനിഷിങ് തരുന്ന സിന്തറ്റിക് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. പിന്നെ ഒരു മജന്ത ഷെയ്ഡ് തന്നെ നമുക്ക് നേവി ബ്ലൂവിൽ അവൈലബിൾ ആണ്. നേവി ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനാണ് കേട്ടോ. അടുത്തത് വരുന്നത് പീച്ച്. ഓപ്പൺ ആക്കുന്നില്ല, ഓൾറെഡി പല തവണ ഞാൻ കാണിച്ചു പോയതാവുന്നതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു പോവാണ് കേട്ടോ. സെയിം തന്നെ പീച്ച് ഷെയ്ഡിലെ കഴിഞ്ഞ ഒരു ഓഫർ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറീസും സോൾഡ് ഔട്ട് ആവുകയും ചെയ്തൊരു പ്രിൻ്റായിരുന്നു ഇതായത്. ഇത് നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ ഇത് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ്. ഇത് നമുക്ക് ഇനിയും അവൈലബിൾ ആണ്. ഗ്രീനാണ് കേട്ടോ, ബോട്ടിൽ ഗ്രീൻ. സെയിം തന്നെ നമുക്ക് പർപ്പിൾ ഷെയ്ഡിലും വരുന്നുണ്ട് കേട്ടോ. അതെ, ഇങ്ങനെയാണ് പ്രിൻറ്റിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ ഓഫറിൽ ക്ലിയറൻസിൽ ഇടാത്ത ഒരു കളക്ഷനോട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ്. ഈ ഒരു കോളർ നെക്ക് പാറ്റേൺ കേട്ടോ. ഇതൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ മെസ്സേജിന് റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. കോളർ നെക്കിൽ വന്നിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തി വിത്ത് ബോട്ടം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയുക, പീച്ചെന്നോ ഒരു മോഷേഡ് എന്നൊക്കെ പറയാൻ പറ്റും. ഇങ്ങനെ വരും. ഫുൾ ബോഡി കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. സൈസ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാത്തിൻ്റെ സൈസോടെ കാണിച്ച് പോകാൻ പാടാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു 7-8 കോഡ് സെറ്റ് എല്ലാം തന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി നേരത്തെ നമ്മുടെ പഴയ കളക്ഷൻസ് എല്ലാമാണ് സൈസിലൊരു എന്താ പറയുക, ചോദിച്ച് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് സൈസ് ഒന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു പാർട്ടോട് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലിയറൻസിലുണ്ടാവും. ഇതിലേതെങ്കിലും ഒരു കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ട കുട്ടിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ. റിപ്ലൈക്ക് കുറച്ച് ഡിലേ വന്നാലും എല്ലാവർക്കും റിപ്ലൈസ് ഒക്കെ തരും, ആരെ നമ്മൾ വിട്ടുകളയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനില. ടേക്ക് കെയർ ആൻഡ് ബൈ.